അങ്ങനെ ദേ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് മുപ്ലയത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇറക്കിറങ്ങിയപ്പോ ദേ നമ്മുടെ വല്യമ്മ അവിടെ സംഘത്തിനൊക്കെ പോയിട്ട് ഇരിക്കണത്. അപ്പൊ ഞങ്ങൾ വല്യമ്മേനെയും വേഗം വിളിച്ച് കയറ്റി. അങ്ങനെ ചെന്ന് ദേ കോളിഫ്ലവർ ഒക്കെ തുറന്ന് പൊട്ടിച്ചു. അതായിരുന്നു എനിക്ക് ആദ്യം തിന്നാനുള്ള ആഗ്രഹം അവിടെ ചെന്നപ്പോ. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോ തന്നെ നമ്മൾക്ക് സ്വാഭാവികമാണല്ലോ വീടൊന്നും പരിതൂലും നമ്മൾ. അപ്പൊ ഞാൻ അടുക്കളയൊക്കെ പോയപ്പോഴാണ് ചക്കട ഒക്കെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ചക്കട ഒന്നും അത്രയും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ കഴിക്കാൻ എടുത്തില്ല. അപ്പോഴാണ് നമ്മുടെ അച്ചാച്ചന്റെ ജാതിക്കുരു അങ്ങോട്ട് കണ്ടത്. നിങ്ങളൊന്ന് നോക്കൂ, ഒരു നോർമൽ ജാതിക്കുരുവിന്റെ വലിപ്പം. ആ ചെറിയ ജാതിക്കുരു. ഞാൻ അത് പറഞ്ഞിട്ട് അച്ചാച്ചനെ കളിയാക്കായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വെല്ലിച്ചനൊക്കെ വന്നായിരുന്നു. എന്നിട്ട് ഞാനാണ് പറഞ്ഞത് നമുക്കൊന്ന് പാടം വരെ പോയാലൊന്ന്, കാരണം ചുമ്മാ വെറുതെ ഇരിക്കുമ്പോ നമുക്കൊന്ന് നടക്കാൻ പോവാലോ എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഈ വഴിയൊക്കെ ഞങ്ങൾ പണ്ട് പോയിരുന്ന വഴികളാണ്. പക്ഷെ ഇപ്പൊ തീരെ അതിലാരും പോവാറില്ല. പിന്നെ കാടൊക്കെ ആയി, മൊത്തത്തില് കാടും വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു നടന്നു. ഇതെന്തിട്ട് വല്യമ്മേ? ഇത് പാലക്കായ ഗൈസ്, ഇതാണ് പാലക്കായ. അത് കിടക്കിണ്ട് ഗൈസ്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ അമ്മ വീടിന്റെ ഏരിയ. എങ്ങനെയുണ്ട് ഇവിടെ? ഇഷ്ടായോ ഇവിടെ? ഓ ഇഷ്ടായി. കോടാലിയാണോ മുപ്പിളിയാണോ നല്ലത്? കോടാലി. ഇത് ഞങ്ങളുടെ ഒരു പാപ്പന്റെ വീടാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് പണ്ടിപ്പോ നേരത്തെ കണ്ട വഴി കൂടെയാണ് ഞങ്ങൾ വരാറ്. പക്ഷെ ഇപ്പോൾ ആ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങളിപ്പോ ഇതിലേ പോവാണ്. ഫോട്ടോഗ്രാഫർ ഉപകാരം ചെയ്തു തരുമോ? എന്താണ് ഇതൊന്ന് കുലിക്ക് തരുമോ? എന്നിട്ടൊരു വീഡിയോ വെറുതെ ഇങ്ങനെ കാട്ടിയാൽ മതി. അമ്മ പറഞ്ഞ ഫ്രെയിമിന് എന്തിട്ടാ കിട്ടിയേ? ഹലോ ഗൈസ്, ഞാൻ ചാണകം ചൂട്ടി ഗൈസ്.